അങ്ങനെ നമ്മുടെ പ്രിയമോൾ ആദ്യമായിട്ട് ഗോവിന്ദനോട് പൊട്ടിത്തെറിക്കുകയാണെന്ന് വെച്ചാൽ ചെറുതായിട്ടുള്ള പൊട്ടിത്തെറിയൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെ പൊട്ടിത്തെറിക്കുകയാണ്. എന്തിനായിരിക്കും നമ്മുടെ ഗോവിന്ദനോട് നമ്മുടെ പ്രിയമോൾ പൊട്ടിത്തെറിച്ചത് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ പലരും നെറ്റി ചുളിക്കുന്നുണ്ടായിരിക്കും. എന്തിനായിരിക്കും? അതിലേക്കൊക്കെ പോവാം, അതേക്കുറിച്ചൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ റിവ്യൂവിലേക്ക് പോകാം. നമ്മുടെ പ്രിയമോളുടെ വളക്കാപ്പിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മുടെ പ്രിയമോൾക്ക് മധുരമൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിലാസിനി മധുരം കൊടുക്കുകയാണ്, വായിലൊക്കെ മധുരം വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം മഞ്ഞളൊക്കെ ഇങ്ങനെ കവിളിലൊക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വിലാസിനി ശരിക്കും പറയുകയാണെങ്കിൽ പ്രിയമോളെ ഉമ്മ വയ്ക്കുകയാണ്, ഒത്തിരി ഉമ്മ വയ്ക്കുകയാണ്, മുഖത്തൊക്കെ ഇങ്ങനെ പിടിച്ചാക്കുകയാണ്. അതിനുശേഷം വയറിലൊക്കെ ഉമ്മ കൊടുക്കുകയാണ് നമ്മുടെ വിലാസിനി. വിലാസിനിക്ക് നല്ല സങ്കടമുണ്ട്, വിലാസിനി മരിച്ചു പോകും എന്നുള്ള ആ ഒരു ഇത് അറിയാലോ നമ്മുടെ വിലാസിനിക്ക്. അങ്ങനെ നമ്മുടെ വിലാസിനിയുടെ ആ ഒരു സ്നേഹം കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദിൻ്റെയും ഗീതുവിൻ്റെയൊക്കെ കണ്ണ് നിറയുകയാണ്. കാരണം അവർക്ക് രണ്ടുപേർക്കും മാത്രമാണല്ലോ നമ്മുടെ വിലാസിനിയുടെ അവസ്ഥ അറിയാവുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മുടെ വിലാസിനി നമ്മുടെ ഭദ്രൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഭദ്രൻ മധുരം കൊടുക്കുകയാണ് നമ്മുടെ പ്രിയമോൾക്ക്. അപ്പോൾ ആ സമയത്തുണ്ടല്ലോ നമ്മുടെ ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. കാറ് നമ്മുടെ രഞ്ജുവും ധ്യാനും കൂടി വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രഞ്ജു വിളിക്കുകയാണ് നമ്മുടെ ഗീതുവിൻ്റെ ഫോണിലേക്ക്. പല പ്രാവശ്യം നമ്മുടെ രഞ്ജു വിളിക്കുകയാണ്. പക്ഷേ ഗീതു ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കാതിരിക്കുമ്പോൾ ധ്യാൻ പറയുകയാണ്, എന്ത് പറ്റി ഗീത് ഫോൺ എടുക്കുന്നില്ലല്ലോ? ഒരു പക്ഷേ അവിടുത്തെ തിരക്കിലൊക്കെ പെട്ട് കാണും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ രഞ്ജു പറയാണ്, ധ്യാൻ പോണെങ്കിൽ പൊയ്ക്കോ, കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് കയറി ചെല്ലാം എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ രഞ്ജു അങ്ങോട്ടേക്ക് നടന്നു വരികയാണ്. അപ്പോൾ ആ സമയമുണ്ടല്ലോ നമ്മുടെ വിനോദ് നമ്മുടെ പ്രിയമോൾക്ക് വായിൽ ലഡ്ഡു വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രിയമോള് സന്തോഷത്തോടു കൂടി ചിരിച്ച് കളിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ ലഡുവൊക്കെ കഴിച്ചിട്ട് അപ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു കൈ കാണിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു കൈ ഇങ്ങനെ ലഡു എടുക്കുകയാണ്. എന്നിട്ട് ആ ലഡു നമ്മുടെ പ്രിയമോളുടെ വായിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പ്രിയമോൾ വാ തുറക്കുന്നില്ല, ഇങ്ങനെ നൂന്ന് നോക്കുകയാണ്. നൂന്ന് നോക്കുമ്പോൾ നമ്മുടെ രഞ്ജുവിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രിയമോളുടെ മുഖം ഓടിക്കറുക്കുകയാണ്. അപ്പോൾ നമ്മുടെ രഞ്ജു പറയണം, മോളെ കഴിക്ക്, വാ തുറക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രഞ്ജു ഇങ്ങനെ തന്നെ വച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രിയമോള് കൈ ഇങ്ങനെ തട്ടി അങ്ങ് കളയുകയാണ്. എന്നിട്ട് ഇരിക്കുന്നിടത്ത് നിന്ന് പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങ് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റിട്ട് പ്രിയമോള് ചോദിക്കുകയാണ്, ഇവളെ ഇപ്പം ഇങ്ങോട്ട് ആരാ വിളിച്ചത്? ഇവൾ എന്തിനാ വന്നത്? ഈ വീട്ടിൽ ഇവിടെ നടക്കുന്ന ഈ ഒരു ചടങ്ങിൽ നമ്മുടെ കുടുംബത്തുള്ളവർ മാത്രം മതിയായിരുന്നല്ലോ, ഇവൾക്ക് എന്താ ഇവിടെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിയമോള് അവിടെ ബഹളം വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ ഗീതു അങ്ങ് വല്ലാണ്ടാവുകയാണ്. പിന്നെ രഞ്ജുവിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ പ്രിയമോള് നേരെ ഗോവിന്ദിൻ്റെ നേർക്ക് തിരിയാണ്. എന്നിട്ട് ചോദിക്കണേ, ഏട്ടനാണോ ഇവളെ ഇങ്ങോട്ട് വരുത്തിയത്? ഇവളെ വിളിച്ചത് ഏട്ടനാണോ? ഇവളെ വിളിക്കേണ്ട കാര്യം എന്താണ്? ഇവൾ ആരാണ് ഈ കുടുംബത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയമോള് തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദ് പറയണേ, എൻ്റെ പ്രിയമോളെ ഞാനൊന്നും വിളിച്ചതല്ല, അല്ലെങ്കിലും വീട്ടിൽ വരുന്ന ഒരു ഗസ്റ്റിനോട് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾ എൻ്റെ ഗസ്റ്റും അല്ല, ആരുമല്ല, ഇവളോട് ഇറങ്ങിപ്പോവാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് രഞ്ജു ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ പ്രിയമോള് ഗോവിന്ദനോട് പറയണേ, എനിക്ക് ഏട്ടനോട് മാത്രമായിട്ട് എനിക്ക് തനിച്ച് സംസാരിക്കണം, ഏട്ടൻ വാ എന്നും പറഞ്ഞിട്ട് ഗോവിന്ദനെ വിളിച്ചിട്ട് പ്രിയമോള് പോവുകയാണ്. അപ്പോൾ ആ സമയമുണ്ടല്ലോ നമ്മുടെ രേഖയെ വിളിച്ചിട്ട് നമ്മുടെ ഗീതു പറയുകയാണ്, രഞ്ജുവിനെ അടുത്താക്കി കൊടുക്കുകയാണ്, രേഖയുടെ അടുത്താക്കി കൊടുക്കുകയാണ്. എന്നിട്ട് രേഖയോട് പറയുകയാണ്, ഞാൻ ദേ ഇപ്പം വരാം, ഞാൻ വരുന്നത് വരെ രഞ്ജുവിന് ഒരു കമ്പനി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഗീതു. അങ്ങനെ ഗീതു അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ ഗോവിന്ദനോട് തട്ടിക്കയറുകയാണ് നമ്മുടെ പ്രിയമോള് പറയാണ്, ഏട്ടൻ തന്നെയല്ലേ അവരെ ക്ഷണിച്ചത്, അല്ലാതെ വേറെ ആരും ക്ഷണിക്കില്ല, എന്തായാലും ഇവിടെ മറ്റാരും ക്ഷണിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്, എനിക്കറിയാം, എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാനായിട്ട് നടക്കുന്നവളാ അവള് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, മോളെ ഇത് മോളുടെ വെറും ഒരു സംശയം മാത്രമാണ്, ഒരിക്കലും നിൻ്റെ സ്ഥാനം അങ്ങനെ മറ്റാർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല, നീ എൻ്റെ ഒരേ ഒരു പെങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗീതു അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിൻ്റെ നേർക്ക് തിരിയാണ്. എന്നിട്ട് ചോദിക്കണം, സത്യം പറ ഗീതു, നീയല്ലേ രഞ്ജുവിനെ ഇങ്ങോട്ടേക്ക് വരുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഗീതു പറയണം, ഞാനിങ്ങല്ല, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നിങ്ങനെ പറയണം. ഞാനിപ്പോൾ അവൾ ഇവിടെ വെച്ച് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലാതെ എനിക്കറിയില്ലായിരുന്നു എന്നിങ്ങനെ കള്ളം പറയുകയാണ്. അപ്പോൾ പ്രിയമോൾക്ക്
പ്രിയമോൾക്ക് ദേഷ്യം വരികയാണ്. പ്രിയമോൾ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് പ്രിയമോൾ പറയാണ്, ഞാൻ ഇനി ഈ ചടങ്ങിനില്ല, ഞാൻ ഇനി അറയ്ക്കൽ വീട്ടിൻ്റെ പടിയും ചവിട്ടില്ല. ഇവളെ അല്ലെങ്കിൽ ഈ ചടങ്ങ് തുടങ്ങുന്ന ഇനി ബാക്കിയുള്ള ചടങ്ങ് നടക്കണം എന്നുണ്ടെങ്കിൽ അവളെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ഈ ചടങ്ങിന് നടക്കത്തുമില്ല, ഞാനിനി അറയ്ക്കിലേക്ക് വരത്തുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗീതു അവിടെ നിന്നും മെല്ലെ എസ്കേപ്പ് ആവുകയാണ്. എന്നിട്ട് ഗീതു നേരെ പോകുന്നത് നമ്മുടെ വരുണിൻ്റെയും അതുപോലെ നമ്മുടെ രാധികാമ്മയുടെ അടുത്താണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതു വരുണിൻ്റെയും രാധികാമ്മയുടെയും അടുത്തായിട്ട് പറയുകയാണ്, ഞാനിങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ആ ഫോട്ടോ കാണിച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തില്ലേ, ആ വീഡിയോ കാണിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്ന്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നാളെ പ്രിയയുടെ വളക്കാപ്പ് ചടങ്ങിൽ വെച്ചിട്ട് എനിക്ക് എന്താണ് ആവശ്യമെന്ന് ഞാൻ പറയുന്നു, അതിനുള്ള സമയമായിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആ കാര്യം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ രാധികാമ്മ ചോദിക്കുകയാണ്, എന്തായാലും നീ ആവശ്യപ്പെട്ടോളൂ. അപ്പോൾ ഉടനെ ഗീത് പറയണേ, മറ്റൊന്നുമല്ല, പ്രിയമോളോട് നിങ്ങൾ പറയണം രഞ്ജുവിനെ നിങ്ങൾ വിളിച്ചിട്ടാണ് ഇവിടെ വന്നത് എന്ന് പറയണം. അപ്പോൾ ഉടനെ രാധികാമ്മ ചോദിക്കുകയാണ്, എന്താ അതിൻ്റെ ആവശ്യം? ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടല്ലല്ലോ അവൾ വന്നത്. അല്ല, അതെനിക്കറിയാം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ രഞ്ജുവും പ്രിയമോളും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞത്. കണ്ണേട്ടനും രഞ്ജുവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ നിങ്ങളാണ് വിള്ളൽ വരുത്തിയത്. നിങ്ങളല്ലേ പ്രിയമോളോട് ശരിക്കും പറഞ്ഞത് കണ്ണേട്ടന് രഞ്ജു സ്വന്തം പെങ്ങളെ പോലെയാണെന്ന്. അത് കേട്ടതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ പ്രിയമോൾക്ക് അവളോട് ദേഷ്യമുള്ളത്. അതിന് കാരണക്കാരി നിങ്ങളല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ പറയുകയാണ്, അത് ഞാനല്ലല്ലോ പറഞ്ഞത്, അത് കണ്ണൻ തന്നെയല്ലേ അങ്ങനെ പറഞ്ഞത്. അത് അങ്ങനെ പറയാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ തന്നെയല്ലേ കൊണ്ടിട്ട് കൊടുത്തത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഗീതു പറയുകയാണ്, ഒരു കാര്യമുണ്ട്, ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുന്ന പരിപാടിയാണ്. നിങ്ങളാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങളായിട്ട് തന്നെ ഈ പ്രശ്നം സോൾവ് ആക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, കാരണം കണ്ണേട്ടനെയും രഞ്ജുവിനെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ചത് നിങ്ങളാണ് പ്രിയയുടെ മുന്നിൽ. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ ഇല്ലാതാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ പറയണം, പ്രിയമോളെടുത്ത് ചെന്നിട്ട് പറയണം, രഞ്ജുവിനെ നിങ്ങളാണ് ക്ഷണിച്ചതെന്ന് പറയണം. എന്നിട്ട് രഞ്ജുവിനെ അടുത്ത് പ്രിയമോളെടുത്ത് പറയുക മാത്രമല്ല, രഞ്ജുവിനെ തിരിച്ചു പോകുമ്പോൾ അറയ്ക്കലേക്ക് കൊണ്ടുപോകണമെന്നും പറയണം എന്നിങ്ങനെ പറയുമ്പോൾ രാധികാമ്മ ചോദിക്കുകയാണ്, നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? നീ എന്താ എന്നെപ്പറ്റി കരുതിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഗീത് പറയാണ്, ഞാൻ നിങ്ങളെപ്പറ്റി പ്രത്യേകിച്ചൊന്നും കരുതിയിട്ടൊന്നുമില്ല, പിന്നെ പറഞ്ഞില്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ആ വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ, വരുണും സുവർണയും അതുപോലെ തന്നെ നിങ്ങളും കൂടിയുള്ളത്, അതിവിടെ ഇന്ന് എല്ലാവരും കാണും. ഇവിടെ ഇന്ന് അതിൻ്റെ ഷോ ആയിരിക്കും നടക്കുന്നത്. അത് കണ്ടു കഴിയുമ്പോഴുണ്ടല്ലോ, രഞ്ജുവിനെ അല്ല നിങ്ങളെ ആ അറയ്ക്കൽ കുടുംബത്തിലേക്ക് കയറ്റാത്തത്. നിങ്ങൾക്ക് അവിടുത്തെ അറയ്ക്കൽ കുടുംബത്തിൻ്റെ പടി പോലും ചവിട്ടാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഒട്ടനെ വരുൺ പേടിച്ചു പോവുകയാണ്. കാരണം വരുൺ ഗോവിന്ദനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോയിൽ. അപ്പോൾ വരുൺ പറയണ, അമ്മേ വേണ്ട, ഇനി ഇതിൻ്റെ പേരിലൊരു തർക്കവും വഴക്കും ഒന്നും വേണ്ട. എന്തായാലും പ്രിയയോട് അങ്ങനെ അമ്മ ഒന്ന് പറയേ, പ്ലീസ് അമ്മേ, പ്ലീസ് അമ്മ ഒന്ന് പറയേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ രാധികാമ്മ പറയണം, ഗീതു നീ നനഞ്ഞടം കുഴിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്തവണത്തേക്ക് എന്തായാലും നീ പറയുന്നത് ഞാൻ കേൾക്കുന്നു. അപ്പം ഗീതു പറയണ, ഇത്തവണത്തേക്ക് മാത്രമല്ല രാധികാമ്മേ, എൻ്റെ തെളിവുകളെല്ലാം എൻ്റെ കൈവശം ഇങ്ങനെ നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്നെ ഭയന്നേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗീതു നൈസിന് അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദന് അതേ സമയത്ത് നമ്മുടെ പ്രിയമോൾ അവിടെ വധിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാണ്, ഏട്ടൻ എന്നെക്കാളും പ്രിയപ്പെട്ടത് അവളല്ലേ, അതുകൊണ്ടല്ലേ അവളിപ്പോൾ ഇങ്ങോട്ട് വന്നത്, മറ്റാര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, ഏട്ടൻ തന്നെയാണ് അവളെ വരുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ പ്രിയമോൾ. അപ്പോഴത്തേക്ക് നമ്മുടെ രാധികാമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. കൂടെ നമ്മുടെ ഗീതു ഉണ്ട്. ഗീതു ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ രാധികാമ്മ വന്നിട്ട് പറയുകയാണ്, മോളെ പ്രിയേ മതി, നിർത്ത്, അമ്മ പറയുന്നതൊന്ന് കേൾക്ക്. എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? മോളെ പ്രിയയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് മറ്റാരുമല്ല, അമ്മ തന്നെയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ഞെട്ടിപ്പോവാണ് പ്രിയമോള്. രഞ്ജുവിനെ അമ്മയാണോ ക്ഷണിച്ചത്? അതേ മോളെ, രഞ്ജുവിനെ അമ്മ തന്നെയാണ് ക്ഷണിച്ചത്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒന്നുമില്ലേലും കുറേ നാൾ അവൾ നമ്മുടെ വീട്ടിൽ നിന്നതല്ലേ. പിന്നെ മോൾ ഇങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ആരുടെയും ശാപമൊന്നും എൻ്റെ മോൾക്ക് വേണ്ട. പിന്നെ അത് മാത്രമല്ല, അവൾക്കാണെങ്കിൽ രഞ്ജുവിനാണെങ്കിൽ സുഖമില്ലാത്തത് കൂടിയല്ലേ. അപ്പോൾ അവൾക്ക് കുറച്ച് അവളെ മൈൻഡൊന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ക്ഷണിച്ചതാണ്. അതിൻ്റെ പേരിൽ എൻ്റെ മോൾ ദുർമുഖമൊന്നും കാണിക്കരുത്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്ലീസ്, അമ്മയല്ലേടാ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാധികാമ്മ ഇങ്ങനെ സോപ്പിടുകയാണ് നമ്മുടെ പ്രിയയെ. അതിനുശേഷം രാധികാമ്മ പറയാണ്,
ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, മോള് കണ്ണനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ണൻ ഈ ലോകത്ത് ഒരേ ഒരു പെങ്ങളേ ഉള്ളൂ, അത് നീ തന്നെയാണ്, അല്ലാതെ ഈ രഞ്ജു ഒന്നും പെങ്ങളേ അല്ല. പിന്നെ കണ്ണന് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, രഞ്ജുവായിട്ട് ഉള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. അന്ന് ഞാൻ കണ്ണനോട് അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചപ്പോൾ അപ്പോഴത്തെ ആ ഒരു കെറുവിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറയുന്ന രഞ്ജു അവന് അനിയത്തിയെ പോലെയാണെന്ന് പറഞ്ഞേ ഉള്ളൂ. അനിയത്തിയെ പോലെയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അനിയത്തിയാണെന്നാണോ? എൻ്റെ മോൾ സമാധാനപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയമോളെ ആശ്വസിപ്പിക്കുകയാണ്. ഗോവിന്ദ് ഇങ്ങനെ നിന്നിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഗീതുവിനെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് എന്താണ് ഇവിടെ നടന്നതെന്ന് അറിയാൻ വയ്യ പുള്ളിക്ക്. അപ്പോൾ ഉടനെ ഗീതു പറയണം, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. രാധികാമ്മ എൻ്റെ അടുത്തല്ലേ ഇത്രയും നാൾ, ഒരു വീട്ടിലല്ലേ നമ്മൾ താമസിക്കുന്നത്, അപ്പോഴേ എൻ്റെ മുല്ലപ്പൂമ്പൊടിയുടെ ആ ഒരു മണം ഉണ്ടല്ലോ രാധികാമ്മയ്ക്ക് കുറച്ച് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തള്ളി മറിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, നീ സത്യം പറ, അമ്മ എന്ത് പറഞ്ഞാണ് ബ്ലാക്ക് മെയിൽ ചെയ്തത്? ഞാനമ്മയെ ഒന്നും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തില്ല. കണ്ണേട്ടൻ എന്താ എന്നെ വിശ്വാസമില്ലേ? നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. അങ്ങനെ അവർ രണ്ടുപേരും പോവുകയാണ്. അതിൻ്റെ പിന്നാലെ നമ്മുടെ രാധികാമ്മ നമ്മുടെ പ്രിയമോളെയും കൂട്ടി വരികയാണ്. വന്നിട്ട് പ്രിയമോളെ ആ കസേരയിൽ കൊണ്ടിരുത്തുകയാണ്. ഇരുത്തിയതിന് ശേഷം രഞ്ജുവിനെ അടുത്ത് വിളിക്കുകയാണ്. രാധികാമ്മ വിളിക്കുകയാണ്, രഞ്ജു മോളിങ് വന്നേ. അങ്ങനെ രഞ്ജു അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഒരു ലഡു എടുത്തിട്ട് രഞ്ജുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് രഞ്ജുവിനോട് പറയണം, മോൾ ഇത് ഇവക്ക് വായിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് സത്യം പറഞ്ഞാൽ രഞ്ജുവിന്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പ്രിയമോൾ ഇങ്ങനെ വലിച്ചിറക്കി കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ പറയണം, ഇങ്ങനെ ആക്കുകയാണ്. എന്നിട്ട് രാധികാമ്മ പറയണം, മോളെ ഒന്ന് ചിരിക്കും മോളെ, രഞ്ജു അല്ലേ തരുന്നത്, മോള് വാ തുറന്നത് കഴിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പ്രിയ അതുപോലെ അനുസരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. ശരിക്കും രഞ്ജുവിനാണ് ശരിക്കും സന്തോഷമായത്. സത്യം പറഞ്ഞാൽ രഞ്ജുവിനെ അവിടെ അവഗണിച്ചപ്പോൾ ഗോവിന്ദന് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരോടും ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഒതുങ്ങി നിന്നതാണ്. അങ്ങനെ ആ ഒരു സമയം അവിടെ അങ്ങനെ കഴിയുകയാണ്. അങ്ങനെ മധുരമൊക്കെ നമ്മുടെ രഞ്ജു വായിൽ വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ പ്രേമമൊക്കെ. അപ്പോൾ ആ ഒരു ചടങ്ങ് തീരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ വിലാസിനി പറയുകയാണ്, ഈ ചടങ്ങൊക്കെ ഇനി തീരാറായി, ഇനി പക്ഷേ ഇവിടെ നിന്ന് പ്രിയമോള് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ മരുമോൻ എനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടണം എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഗോവിന്ദന് ഭയങ്കര വിഷമമാവുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക്. എന്നാലും ആ ഒരു വിഷമം ഉള്ളിൽ ഒതുക്കിയിട്ട് പുള്ളിക്കാരൻ പറയാണ്, ഇന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അങ്ങനെയാ പറയുന്നത് കേട്ടോ, ഇന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടും, ഇന്ന് അമ്മയുടെ ദിവസമാണ്, ഇന്നത്തെ പാട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് പാട്ട് പാടാനായിട്ട് തുടങ്ങുന്നത്. ആ പാട്ടിൻ്റെ സീൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിലാസിനിയെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് ആ വിലാസിനിയെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ രാധികാമ്മ അവിടെ നിൽക്കുകയാണ്. രാധികാമ്മയും കൂടെ ഇങ്ങനെ പിടിച്ച് രണ്ടമ്മമാരെ ഇങ്ങനെ പിടിച്ച് ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം പുള്ളിക്കാരൻ പാടുന്ന പാട്ട് ആകാശം അറിയാതെ സൂര്യൻ ഉണരുന്നു എന്നുള്ളൊരു പാട്ട്, എനിക്ക് പാടാനൊന്നും അറിയില്ല, അമ്മയെ നിന്നെ കണി കാണുവാൻ, അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണ്. നല്ലൊരു അടിപൊളി പാട്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിരുന്നു അതിൻ്റെ ചിത്രീകരണം. അടിപൊളി ഒരു പാട്ടായിരുന്നു. ആകാശം അറിയാതെ സൂര്യൻ ഉണരുന്നു, അമ്മേ നിന്നെ കണി കാണുവാൻ, പാടാനറിയില്ല. അങ്ങനെ ആ പാട്ട് അടിപൊളിയായിട്ടങ്ങ് നടക്കുകയാണ്. പാട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വിലാസിനി ഇങ്ങനെ ആ പാട്ടിൽ തന്നെ എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു, സന്തോഷിക്കുന്നു, അതൊക്കെയാണ് അങ്ങനെ ആ പാട്ടിലൂടെ കാണിക്കുന്നത്. പാട്ടിൽ തന്നെ ഒത്തിരി സീനുകൾ ഇങ്ങനെ പോവുകയാണ്. ആ പാട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വിലാസിനി ഇങ്ങനെ മാറി നിൽക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് നമ്മുടെ വിലാസിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് വിലാസിനി ഇങ്ങനെ ഷോൾഡറിൽ പിടിച്ചിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴത്തേക്ക് വിലാസിനി കുഴഞ്ഞങ്ങ് വീഴുകയാണ്. അങ്ങനെ വിലാസിനി നിലത്ത് പോവാതെ ഗോവിന്ദ് ഇങ്ങനെ മറത്തിങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ വിലാസിനിയെ. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് തീരുകയാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞപ്പോൾ ഹാപ്പി ആയിട്ടാണ് പറഞ്ഞെങ്കിലും വിലാസിനിയുടെ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ശരിക്കും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. വെറുതെ എന്ന് പറയുന്നതല്ല, റിവ്യൂ പറയുന്നത് കൊണ്ട് ചുമ്മാ തള്ളി മറിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. തള്ളി മറിക്കുന്നതൊന്നുമല്ല. നമ്മൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഏഷ്യാനെറ്റിൽ കയറിയിട്ട് ഇതിൻ്റെ എപ്പിസോഡ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അത്രയ്ക്ക് നല്ല അടിപൊളി ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആരും ലൈക്ക് ചെയ്യുന്നില്ല, ലൈക്കെങ്കിലും ഒന്ന് ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.